ഈ സ്പിരിച്വൽ പീപ്പിൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് ഈ ക്രൗഡിലൊന്നും ഇരിക്കാൻ പറ്റില്ല. ക്രൗഡിലിരുന്നാൽ തന്നെ അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും ഇഷ്ടം. ചിലപ്പോൾ ഈ കൂടെ ഇരുന്ന് വൈബ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു വേ ഓഫ് ടോക്കും അതൊന്നും അവർക്ക് ഈ എനർജിയായിട്ട് മാച്ച് ആവില്ല. ലോൺലിനെസ് ആണ് മെയിനായിട്ട് സ്പിരിച്വാലിറ്റിയിൽ വരുന്നത്. ഒരു കർമ്മ ബേണിംഗ് ആണോ? ഈ ലോൺലിനെസ്സിൽ മാത്രമേ കർമ്മ ബേണിംഗ് നടക്കൂ. നമ്മൾ ഈ ആൾക്കൂട്ടമൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂട്ടത്തിൻ്റെ ഒരു കർമ്മ കൂടെ നമ്മളെ ബോഡിയിലോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ കർമ്മ കൂടെ നമുക്ക് കിട്ടും. അപ്പം നമുക്കൊരു ക്ലെൻസിങ് സംഭവങ്ങളൊന്നും അവിടെ നടക്കില്ല. പിന്നെ ആ മൊമെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നിന്ന് കിട്ടുന്ന പെയിനും ട്രോമയെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ റിയാലിറ്റി, അതായത് ആ ഒറ്റപ്പെടൽ, ഡിപ്രഷൻ, ഇഷ്ടംപോലെ ബാക്ക് സ്റ്റാബിങ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അത്തരം അവസ്ഥകളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നതിന് യൂണിവേഴ്സാണ്. നീ ലെസൺ പഠിക്കുക, നീ ഇത് പഠിച്ച് മൂവ് ഓൺ ആയി നീ അപ്ലിഫ്റ്റ് ആവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി യൂണിവേഴ്സ് നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നതാണ്. അത് അക്സെപ്റ്റ് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്.